മാം, നമ്മൾ ഒ പിയിൽ വരുന്ന PCOD ആയിട്ട് കാണിക്കാൻ വരുന്ന പേഷ്യൻസിൽ കുറച്ച് പേർക്കുള്ളൊരു സംശയമാണ് നമ്മൾ എന്തിനാണ് ഷുഗറിൻ്റെ ടാബ്ലറ്റ് അവർക്ക് മാം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത്. അതൊന്ന് ക്ലിയർ ചെയ്യാമോ? യൂഷ്വലി നമ്മൾ PCOD ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റ്ഫോമിൻ എന്ന ടാബ്ലറ്റാണ്. ഈ മെറ്റ്ഫോമിൻ എന്ന ടാബ്ലറ്റ് ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആൻഡ് PCOD ഇതിലെല്ലാം റൂട്ട് കോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ മെറ്റ്ഫോമിൻ കൊടുക്കുമ്പോൾ മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ ബോഡിക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ കൂടും. അപ്പോൾ ഇൻസുലിൻ കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള മെയിൽ ഹോർമോൺസ് കൂടും. അപ്പോൾ PCODയുടെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ മെറ്റ്ഫോമിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചളവ് ഇൻസുലിനിൽ തന്നെ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ നടക്കും. ഇതെങ്ങനെയാണ് ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ ഈ ലിവറിൽ നിന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും, പിന്നെ നമ്മുടെ സ്റ്റൊമക്കിലെ ഫുഡ് എംപ്റ്റിങ് കുറയ്ക്കും, പിന്നെ ഇൻറ്റസ്റ്റൈനിലെ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ കുറയ്ക്കും. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഗ്ലൂക്കോസിന്റെ അളവ് മെറ്റ്ഫോമിൻ കുറയ്ക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്ന വഴി ഇൻസുലിന്റെ ലെവൽ കുറച്ച് മതി. അപ്പോൾ ഇൻസുലിൻ കുറയുമ്പോൾ ഗ്ലൂക്കോസും കുറയുമ്പോൾ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടും. അപ്പോൾ ഈ വേറെ ഒരു സംഭവം PCODയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോൺസ് കൂടാം. അപ്പോൾ ഈ ഇൻസുലിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ സ്റ്റിമുലേറ്റ് ചെയ്യും, കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോസ്റ്റെനിഡയോൺ അങ്ങനെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഹിർസൂട്ടിസം എന്ന് പറഞ്ഞാൽ എക്സസീവ് ഹെയർ ഗ്രോത്ത് ഫേസിൽ, പിന്നെ അപ്പർ ചെസ്റ്റിലൊക്കെ, പിന്നെ ആക്നി എന്ന് പറഞ്ഞാൽ മുഖക്കുരുക്കൾ, അത് മുഖത്തും ചെസ്റ്റിൻ്റെ അവിടെയെല്ലാം നമുക്ക് കൂടുതലായിട്ട് വരും. പിന്നെ ഈ സ്കിന്ന്, ഈ PCOD ഉള്ള പേഷ്യൻസിൻ്റെ സ്കിന്ന്, കഴുത്തിൻ്റെ അവിടുത്തെ, പിന്നെ ആംപിറ്റിൻ്റെ അവിടുത്തെ, ബ്രസ്റ്റിൻ്റെ അവിടുത്തെ സ്കിന്ന്, അണ്ടർനീത്തിലെ സ്കിന്നെല്ലാം കറുത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഇൻസുലിൻ കൂടുതലായതുകൊണ്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഇത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ അത് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും കൂടുന്നത് കൊണ്ട് ഓവുലേഷൻ, യൂഷ്വലി ഈ PCODയിൽ ഓവുലേഷൻ ഉണ്ടാവില്ല, വളരെ കുറവ് ഓവുലേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കുറയുന്നത് കൊണ്ട് ഓവുലേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓവുലേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് പീരിയഡ്സ് റെഗുലർ ആവും, അങ്ങനെ ഇൻഫെർട്ടിലിറ്റിയുടെ റേറ്റ് കുറയും. പിന്നെ നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മെറ്റ്ഫോമിൻ വേറെ തരത്തിൽ ഹെൽപ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുമ്പോൾ പേഷ്യൻസിന് ഈ എപ്പിറ്റൈറ്റ് ക്രേവിംഗ് കുറയുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. പിന്നെ മെറ്റ്ഫോമിന്റെ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഫാറ്റ് ബ്രേക്ക് ഡൗൺ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ് PCODയിൽ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒബീസിറ്റി ആണ്. അങ്ങനെ വെയിറ്റ് ലോസ് ഉണ്ടാവാനും സാധിക്കും. അപ്പോൾ ഈ PCODയിലെ 3 മെയിൻ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഇറഗുലർ പീരീഡ്സ്, പിന്നെ ഓവറിയിൽ ഇങ്ങനെ ചെറിയ ഫോളിക്കിൾസ്, എന്നിട്ട് ഓവലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഫോളിക്കിൾ അറസ്റ്റ് ചെയ്തിട്ട് ചുറ്റും ഇങ്ങനെ ചെറിയ ഫോളിക്കിൾസ് ഇങ്ങനെ ഉണ്ടാവും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായതുകൊണ്ട് നമുക്ക് ആക്നി, ഹിർസൂട്ടിസം അങ്ങനത്തെ ആൻഡ്രോജന്റെ ഹോർമോൺസ് കൂടുതലായതുകൊണ്ട് അപ്പം ഈ 3 കാര്യത്തിന്, പിന്നെ ഒബിസിറ്റി, ഈ 3 കാര്യങ്ങളും നമ്മുടെ ഈ മെറ്റ്ഫോമിൻ വഴി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ആണ് നമ്മൾ ഈ ഡയബറ്റീസിന് കൊടുക്കുന്ന മരുന്നായ മെറ്റ്ഫോമിൻ യൂഷ്വലി കൊടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്, പക്ഷെ ചിലർക്ക് ഇങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ്, ബ്ലോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യാം. യൂഷ്വലി രാത്രി ഒരു ഡോസ് തുടങ്ങാം, പിന്നീട് അത് കൂട്ടി വരാം. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ ഒപ്പം കഴിക്കുക, എന്നിട്ട് എംപ്റ്റി സ്റ്റമക്കിൽ അത് കഴിക്കാൻ പാടില്ല. പിന്നെ വേറെ ഒന്ന് ലോങ് ടേം ഡിഫൻസിൽ കാണുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ B9 B12 ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒപ്പം സപ്ലിമെന്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് മെറ്റ്ഫോമിൻ ഈ PCODനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രഗാണ്. താങ്ക് യു.